നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 285th day. Today 56th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 285 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 56ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത 4ാം മാഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 56ാമത്തെ ശ്ലോകം. അധകാലേന സാ നാരീ പ്രസൂതാ ബാലകം തഥാ ആനീയ ജനഗോപാലം രഹസ്യേ ദുന്ദുലിം ദധോ. ഓം ശ്രീകൃഷ്ണായ നമഃ. അധകാലേന സാ നാരീ പ്രസൂതാ ബാലകം തഥാ ആനീയ ജനഗോപാലം രഹസ്യേ ദുന്ദുലിം ദധോ. അനന്തരം ആ അനുജത്തി പ്രസവകാലമായപ്പോൾ ഒരു ബാലകനെ പ്രസവിച്ചു. അവൾ അവനെ 6 മാസം വളർത്തി. ജ്യേഷ്ഠത്തി ഗർഭമില്ലാത്ത കാരണത്താൽ പ്രസവിച്ചതുമില്ല. ആ അവസരത്തിൽ അനുജത്തിയുടെ ഭർത്താവ് വളരെ രഹസ്യമായി ബാലകനെ ആരുമറിയാതെ ജ്യേഷ്ഠത്തിയായ ദുന്ദുലിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഫലം ഭക്ഷിക്കാത്തത് കൊണ്ട് ദുന്ദുലി ഗർഭിണിയായതില്ല. എന്നാൽ അനുജത്തിയാണെങ്കിൽ ഒരു ബാലകനെ പ്രസവിക്കുകയും ചെയ്തു. അവൾ ആ ബാലകനെ 6 മാസം വരെ വളർത്തിയിട്ട് അവളുടെ ഭർത്താവ് ആരുമറിയാതെ രഹസ്യമായി ദുന്ദുലിക്ക് ആ ബാലകനെ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. അധകാലേന സാ നാരീ പ്രസൂതാ ബാലകം തഥാ ആനീയ ജനഗോപാലം രഹസ്യേ ദുന്ദുലിം ദധോ. ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ.